ഇനി നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർമുല നോക്കാം. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? 1 മൈനസ് കോസ് 2x/2 എന്ന് കൊടുക്കാം. അപ്പം ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുന്ന സമയത്താണ് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരിക. അപ്പം കോസിലേക്ക് അത് മാറ്റേണ്ടി വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോസ് 2x/2 ആണ്. അതുപോലെ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് കോസ് 2x/2 ആണ്. ഇനി ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 കൊടുക്കാം. അപ്പോൾ അത് എവിടെ നിന്ന് വന്നതാണ്? സിൻസ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലും കൊടുക്കാം. അതുപോലെ സീക്ക് സ്ക്വയർ എക്സ് എന്താണെന്നുള്ളത് അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 എന്നുണ്ടാവും. അപ്പോൾ അത് എഴുതിയിട്ടില്ല. അത് അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ പറ്റും തിരിച്ചും മറിച്ച്. അതായത് സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലും എഴുതാം, ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലും എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഏത്? കോഡ് സ്ക്വയർ എക്സ് ഈസിക്കൽ എന്താണ്? കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 നമുക്ക് കൊടുക്കാം. അത് എവിടെ നിന്ന് വന്നതാണ്? അത് നമുക്കറിയുന്ന ഐഡൻറ്റിറ്റിയാണ്. കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോഡ് സ്ക്വയർ എക്സ് ഈസിക്കൽ ടു 1. അതിൻ്റെ അകത്ത് നിന്നാണ് അത് വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കൊസീക്ക് സ്ക്വയർ എക്സും എഴുതാം, അതുപോലെ കോഡ് സ്ക്വയർ എക്സും എഴുതാം. അപ്പോൾ എന്താ ഉണ്ടാവുക? കൊസീക്ക് സ്ക്വയർ എക്സ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? 1 പ്ലസ് കോഡ് സ്ക്വയർ എക്സ് എന്നാണ് ഉണ്ടാവുക. അത് നമ്മൾ അതിൽ എഴുതിയിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് സൈൻ ക്യൂബ് എക്സ്, അതായത് 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x/4. അതുപോലെ കോസ് ക്യൂബ് എക്സോ 3 കോസ് എക്സ് പ്ലസ് കോസ് 3x/4 ആണ്. ഇനി അതുപോലെ 1 പ്ലസ് കോസ് എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുക്കാം 2 കോസ് സ്ക്വയർ x/2. അതുപോലെ 1 മൈനസ് കോസ് എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാലോ 2 സൈൻ സ്ക്വയർ x/2. അതുപോലെ തന്നെയാണ് അത് വന്നത് എന്താണ്? 1 പ്ലസ് കോസ് 2 തീറ്റ അല്ലെങ്കിൽ 1 പ്ലസ് കോസ് 2x ഈസിക്കൽ ടു 2 കോസ് സ്ക്വയർ എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ തീറ്റ പറഞ്ഞതുകൊണ്ട് തീറ്റ എന്ന് തന്നെ പറയുന്നു. 1 പ്ലസ് കോസ് 2 തീറ്റ ഈസിക്കൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ എന്നും 1 മൈനസ് കോസ് 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ എന്നും. ഇനി സൈൻ എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1/2 ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ ആണ്. അതുപോലെ സൈൻ എക്സ് കോസ് വൈ എന്ന് പറഞ്ഞാലോ 1/2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. അതുപോലെ കോസ് എക്സ് കോസ് വൈ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ ആണ്. ഇനി നമുക്ക് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടാനിലേക്ക് മാറ്റണമെങ്കിൽ 2 ടാൻ x/2 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ x/2 എന്നാണ്. അതുപോലെ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് ടാൻ സ്ക്വയർ x/2 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ x/2 എന്നാണ്. അപ്പോൾ ഇതെല്ലാം എഴുതിയെടുത്ത് മനഃപ്പാഠമാക്കി പഠിക്കുക. ഒന്നുകിൽ എഴുതി പഠിക്കുക അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക.